നല്ല മഴയും കട്ടനും. കൂടെ ഒരു സവാള വട കൂടി ആയാലോ. നമുക്കൊരു 4 സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് തിരുമിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർക്കുകയാണ്. എന്നിട്ട് നമുക്കത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു ബോളാക്കി പ്രസ് ചെയ്ത് ഷേപ്പാക്കി കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുറച്ച് മൈദമാവ് ചേർക്കുകയാണ്, ഒരു ബൈൻഡിങ് ഏജൻ്റായിട്ട്. ഇവിടെ ഞാനൊരു 3 സ്പൂൺ മൈദമാവ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഒരു സവാളയുടെ ജ്യൂസിൽ ആ മാവ് മിക്സായി ആ ഒരു പരുവത്തിന് നമുക്കത് കിട്ടും. അതിനുശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് പ്രസ് ചെയ്തെടുക്കുക. ഇങ്ങനെ നമുക്ക് മുഴുവൻ മാവും ഇതുപോലെ പ്രസ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിത് ഓരോന്നും ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്ത് കോരാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് വറുത്ത് കോരിയാൽ മതിയാകും. കാരണം ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിൽ പോയാൽ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നും വറുത്ത് കോരാം. അപ്പോൾ നമ്മുടെ സവാള വട റെഡി.